ആരൊക്കെ നടന്നാലും ആരൊക്കെ പോയാലും വന്നാലും നോമിനേഷൻ കൃത്യമായിട്ട് നടക്കും. അങ്ങനെ ഇന്നലെ ഈ വീക്കിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പവർ ടീമിൽ എല്ലാവരും പെട്ടു. കഴിഞ്ഞ ആഴ്ചയിലെ പവർ ടീം എല്ലാവരും നോമിനേഷനിലുണ്ട്. ആരൊക്കെയാണ് നോമിനേഷനുള്ളതെന്ന് നോക്കാം. അതിന് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പവർ ടീമുകാരെല്ലാവരും പെട്ടു. കഴിഞ്ഞ ആഴ്ചയിലെ പവർ ടീമുകാരെല്ലാവരും നോമിനേഷനിൽ പെട്ടിട്ടുണ്ട്. ചിലപ്പം ഈ ഒരു വീക്ക് നമുക്ക് എവിക്ഷൻ കാണാൻ സാധ്യതയില്ല. കാരണം ഈസ്റ്ററാണ്. ഓൾറെഡി 4 പേര് പുറത്ത് പോയി. അതൊക്കെ കൊണ്ട് ഈ ഒരാഴ്ച എവിക്ഷൻ കാണാൻ സാധ്യതയില്ല. എങ്കിലും നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുക നമുക്കറിയില്ലല്ലോ. ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിളാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, എപ്പോഴാണ് സംഭവിക്കുക നമുക്കറിയില്ല. പിന്നെ നമ്മുടെ ഒരു കണക്ക് കൂട്ടലിൽ ഒരു പക്ഷേ ഈസ്റ്റർ ആയതുകൊണ്ട് എവിക്ഷൻ കാണില്ല. അതിൻ്റെ ഈസ്റ്ററിൻ്റെ ഒക്കെ ആകുമ്പോൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവർ കോർഡിനേറ്റ് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു എവിക്ഷൻ പ്രോസസ്സ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അർജുനെ കഴിഞ്ഞ പവർ ടീമുകാർ പാലെടുത്ത് കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തേക്കുമായിരുന്നു. അങ്ങനെ അർജുൻ നോമിനേഷനിലുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ജിൻഡോ പോയിട്ട് ഗബ്രിയെ നോറയെയും ആണ് വോട്ട് ചെയ്തത്. റസ്മി, ജാൻമണി, ശ്രീരേഖ, ശ്രീതു, ഗബ്രി, ജാസ്മിൻ, നോറയും ഗബ്രിയും ജാസ്മിൻ, ശരണ്യയും ഗബ്രിയും ജാസ്മിൻ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗബ്രിക്കും ജാസ്മിനുമാണ് ഏറ്റവും കൂടുതൽ. ഗബ്രി ഏകദേശം 10 വോട്ട് എങ്ങാണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ജാസ്മിൻ 7 വോട്ട്. അതിനുശേഷം അപ്സര, ഗബ്രി, യമുനയാണ് പറഞ്ഞത്. ഋഷി, ജാസ്മിനെയും ശ്രീരേഖ, അൻസിബ, ജാസ്മിനെയും ഗബ്രിയും, അർജുനും യമുനയും ഗബ്രി, ശ്രീരേഖ, ഗബ്രി, ജാസ്മിൻ, ജാൻമണി, ഗബ്രി, ജാസ്മിൻ, യമുന, അൻസിബ, ജാസ്മിൻ, ശ്രീധുനെയും ജാൻമണിയും പറഞ്ഞു. ഗബ്രി നമ്മുടെ അൻസിബയും ജാൻമണിയും, സിജോ, യമുനയും നോറയും. ഓരോ വോട്ടിൻ്റെ കണക്ക് നമ്മൾ നോക്കാതിരിക്കുകയാണെങ്കിൽ ഈ ആഴ്ച 7 പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ആദ്യം ഡയറക്റ്റ് നോമിനേഷനിൽ വന്നു. പിന്നെ ഗബ്രി 10 വോട്ടുമായിട്ട്, ജാസ്മിൻ 7 വോട്ടുമായിട്ട്, യമുന 3 വോട്ടുമായിട്ട്, ജാൻമണി 3, ശ്രീരേഖ 2, അൻസിബ 2. അങ്ങനെ 7 പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട്. എവിക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്തൊക്കെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അടുത്ത വിശേഷങ്ങളും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ. ബൈ.